ഡിസംബർ 16 2025 ഡിസംബർ 16 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ വർഷത്തെ പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറാണ് PR രമേശാണ്. ഈ വർഷത്തെ പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? PR രമേശ്. PR രമേശിനെയാണ് ഈ വർഷത്തെ പുതിയ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് തിരഞ്ഞെടുത്തത്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് PR രമേശ്. പ്രത്യേകതയുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ രാജ്കുമാർ ഗോയലാണ് കേട്ടോ. ദുബായിൽ നടക്കുന്ന റോൾ ബോൾ ലോകകപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ആൻമറിയം നെറ്റോ. ദുബായിൽ നടക്കുന്ന റോൾ ബോൾ ലോകകപ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാരാണ്? ആൻമറിയം നെറ്റോയാണ്. ദേശീയ ജൂനിയർ അത്ലറ്റ് ചാമ്പ്യൻഷിപ്പ് വേദി ലക്നൌവിലാണ്. ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വേദിയാണ് ലക്നൗ. സ്ക്വാഷ് ലോകകപ്പിൻ്റെ വേദി ചെന്നൈയാണ്. സ്ക്വാഷ് ലോകകപ്പ് നടക്കുന്ന വേദി ചെന്നൈയാണ്. SBIയുടെ പുതിയ MD ആരാണ്? രവി രഞ്ജനാണ്. SBIയുടെ പുതിയ MD ആണ് രവി രഞ്ജൻ. 2025 ഡിസംബറിൽ അന്തരിച്ച എഴുത്തുകാരനാണ് M രാഘവ. 2000 രാഘവൻ എന്നുണ്ട് കേട്ടോ. ഓക്കെ. 2025 ഡിസംബറിൽ അന്തരിച്ച എഴുത്തുകാരനാണ് M രാഘവൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമാണ് നനവ്. അദ്ദേഹത്തിൻ്റെ ഇളക്കങ്ങൾ എന്ന കഥ സിനിമയായിട്ടുണ്ട്. ഓക്കെ. ജോർദാൻ്റെ പ്രൈം മിനിസ്റ്റർ ജാഫർ ഹസൻ. ജോർദാൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ജാഫർ ഹസൻ. അത് ഇപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ജോർദാൻ സന്ദർശിച്ചിരുന്നു റീസെൻ്റായിട്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോർദാൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ജാഫർ ഹസനാണ്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉള്ള പുതിയ ബില്ല് ഏതാണ്? വികസിത ഭാരത് ശിക്ഷ അധിഷ്ഠാനാണ്. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ബില്ലാണ് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ. സൗദി ഗവൺമെൻറ്റിൻ്റെ രാജ്യാന്തര പുരസ്കാരം ലഭിച്ച മലയാളികളാണ് രാഹുൽ പ്രേംലാൽ. സൗദി ഗവൺമെൻറ്റിൻ്റെ രാജ്യാന്തര പുരസ്കാരം ലഭിച്ച മലയാളികളാരാണ്? രാഹുലും പ്രേംലാലുമാണ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി റദ്ദാക്കി. ഇപ്പോൾ റീസെൻ്റായിട്ട് റദ്ദാക്കിയ പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അപ്പം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആ ഒരു പേര് മാറ്റി ഇപ്പോൾ പുതിയൊരു പേരാക്കിയിട്ടുണ്ട്. ആ ബില്ലിൻ്റെ പേരെന്ന് പറയുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് കേട്ടോ. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ്. അതുപോലെ 100 തൊഴിൽ ദിനങ്ങൾക്ക് പകരം 125 തൊഴിൽ ദിനമായി. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ്. പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കറണ്ട് അഫെയർസ് പ്രയോജനപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡെയിലി കറണ്ട് അഫെയർസിന് എൻ്റെ ചാനൽ